ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മടിച്ച് നിൽക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എന്തായാലും ഇഷ്ടമാവും. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പാട്ടോ, കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും ഈവനിങ് സ്നാക്കായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഫസ്റ്റ് തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും അതുപോലെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ചേർത്തോളൂ, ഞാൻ പൊടിച്ച് വെക്കാറില്ല, അതുകൊണ്ടാണ് ജീരകം ചേർത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കീറി ഇട്ടിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റും ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പില അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കുക, നിങ്ങളിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവ് 1/4 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. ഇതാ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നല്ലൊരു തിക്കായിട്ടിരിക്കുകയാണ്, എന്നാലും ഒരുപാട് അങ്ങ് ലൂസല്ല. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് എള്ള, എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് എള്ള ഞാൻ ചേർത്തത്. എള്ളില്ലെങ്കിലും നിങ്ങൾക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എള്ള ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 2 ടീസ്പൂൺ അളവിലേ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷമാണ് നമുക്കിത് എടുക്കേണ്ടത്. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒന്ന് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ വേണം നമുക്കിതുപോലെ ഒരു സ്പൂണിൽ കുറേശ്ശെ എടുത്ത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, തീ അങ്ങ് ഒരുപാട് കൂട്ടി വെക്കരുത്. ഇതിൻ്റെ താഴ്ഭാഗം നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുമ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ട് തിരിച്ചിട്ടാൽ മതി. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വീണ്ടും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ എല്ലാ ഭാഗവും വരത്തക്ക വിധം ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അടിപൊളി സ്നാക്കാണ്, നല്ല ക്രിസ്പാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടമാവും, ഒരുപാട് ഇഷ്ടമാവും. ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ മടി ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണാം, അവിടെ മടിക്കാതെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ സുമീസ് വ്ളോഗിലാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് വെക്കുക. അതിൽ ഞാൻ ഉള്ളി കേക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.